വെൽക്കം ടു സി സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് ജിംന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ വാട്ട് ഈസ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്? നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ ഇനീഷ്യലി നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്ക് ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ പ്രൊഡക്ട്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്ത് നമുക്ക് അതിലെ പ്രൊഡക്ട്സിനെ നമുക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെല് ചെയ്യുന്നതിലൂടെ നമുക്കൊരു റവന്യൂ ജനറേറ്റ് ആവും. അതിനൊരു സ്മോൾ എമൗണ്ട്, അതിലൊരു കമ്മീഷൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കമ്പനീസിൻ്റെ പ്രൊഡക്ട്സിനെ അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന രീതിയാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ഒരു കമ്പനീസിൻ്റെ പ്രൊഡക്ട്സിനെ അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ എത്തിക്കുമ്പോൾ അവർക്ക് സെയിൽസിൽ നിന്ന് ഒരു റവന്യൂ കിട്ടും. ആ റവന്യൂയിൽ നിന്ന് നമുക്കൊരു സ്മോൾ എമൗണ്ട്, അതൊരു കമ്മീഷൻ പോലെ നമുക്ക് കിട്ടും. അങ്ങനെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. അൺഅറ്റാച്ച്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇവോൾവ്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, റിലേറ്റഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ അൺഅറ്റാച്ച്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫിലിയേറ്റ്സിനും പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത ഒരു കണക്ഷൻ ഉണ്ടാവില്ല, ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അൺഅറ്റാച്ച്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബ്ലോഗിങ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്ത്, സോഷ്യൽ മീഡിയാസ് ത്രൂ അവരുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് പ്രൊഡക്ട്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല അഫിലിയേറ്റ്സിന്. അങ്ങനെ ചെയ്യുന്ന മാർക്കറ്റിംഗ് ആണ് അൺഅറ്റാച്ച്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇനി റിലേറ്റഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. റിലേറ്റഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിലും അഫിലിയേറ്റ്സിനും അതേപോലെ തന്നെ പ്രൊഡക്ട്സിനും ഒരു കണക്ഷൻ ഉണ്ടാവില്ല, പക്ഷേ അവരുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റിലേറ്റഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് നമുക്ക് ഇൻവോൾവ്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇൻവോൾവ്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിൽ അഫിലിയേറ്റ്സിനും അതേപോലെ തന്നെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനും ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായിരിക്കും. അതായത് ആ അഫിലിയേറ്റ്സിന് പ്രൊഡക്ട്സ് യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻസ് ആയിരിക്കും അവർ ഷെയർ ചെയ്യുക. അപ്പോൾ കസ്റ്റമേഴ്സിന് അതൊരു ക്രെഡിബിൾ ആയിരിക്കും, ആ ഇൻഫോർമേഷൻസ് ക്രെഡിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻവോൾവ്ഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റിൽ, അതായത് പ്ലാറ്റ്ഫോംസ്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് നമ്മൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് യൂസ് ചെയ്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗിങ് വെബ്സൈറ്റുകളിൽ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്ലോഗിങ് വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ അവരുടെ പ്രൊഡക്ട്സ്, ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രൊഡക്ട്സ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയാസ് ത്രൂ, അതായത് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ത്രൂ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. നമ്മുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് ഇപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആമസോൺ അസോസിയേറ്റ്സിൽ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാം. അതേപോലെ തന്നെ ബിഗ് റോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാൻ. പിന്നെ ഫ്ലിപ്കാർട്ടിന് തന്നെ ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിൽ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാം. അതുപോലെ തന്നെ റീസെല്ലർ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് കൊടുത്തതാണ്. അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നായിരുന്നു. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, അതേപോലെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യാം എന്നൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു ഓവർവ്യൂ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സി സൈബർ ക്യാമ്പസിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ പൈത്തൺ, ഇതൊക്കെ നമ്മൾ കോഴ്സസ് ചെയ്യുന്നുണ്ട്. അത് ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ നമ്പറിൽ, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതേപോലെ തന്നെ പൈത്തൺ കോഴ്സസൊക്കെ ചേരാനായിട്ട് സി സൈബർ ക്യാമ്പസിലേക്ക് വരാം. അപ്പോൾ ഇതുപോലെ മോർ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.